ഞാൻ പറയാം 2 പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് എവിടെ വെച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് കണ്ടതെന്നും എങ്ങനെയാണ് കണ്ടതെന്നും വീഡിയോ സഹിതം പുറത്തു വിട്ടു. ആ വീഡിയോ സഹിതം പുറത്തു വിട്ടതിൻ്റെ എല്ലാ കാര്യം അതിനകത്ത് ചെവിയിൽ മന്ത്രിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചെവിയിൽ മന്ത്രിക്കുന്നത്? ഒന്നും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തോട് പോയി സംസാരിക്കുന്നത് പോലും ഇല്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അലിഗേഷനും പറയാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ചെയ്യുന്നത്? ഈ AI വിഷ്വൽസ് ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രി എന്തോ സ്വർണം കടത്തിക്കൊണ്ട് പോയി എന്നുള്ള നിലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് CPM കോൺഗ്രസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, നേരെ 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു പ്രാവശ്യമല്ല, ഇതൊരു പ്രാവശ്യം എന്തെങ്കിലും പറയാം. ഒരു പ്രാവശ്യം ഈ പറഞ്ഞ ആംബുലൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമാണ്, അത് വീഡിയോ കഴിഞ്ഞ് പുറത്തു വന്നു. 2 പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പറ്റി സോണിയാഗാന്ധിനെ കണ്ടു. എന്തിനാണ് 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ടേ? പറയട്ടെ, ഒരു പ്രാവശ്യം പറയാം, ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാണാൻ പറ്റി എന്ന് പറയാം. അതിൻ്റെ അടുത്ത് 2 പ്രാവശ്യം സോണിയാഗാന്ധിനെ കണ്ട സമയത്ത് 2 കോൺഗ്രസിൻ്റെ MP മാരുണ്ടല്ലോ. 2 കോൺഗ്രസിൻ്റെ MP മാരില്ലേ? ഈ ഏത് കാലത്താണ്? ഏത് കാലത്തോട്ടെ സ്വർണ്ണക്കൊള്ള സംഭവം ഉണ്ടാകുന്നത് എപ്പോഴാണ്? 2019 കേസുകളാണ്. 2019 ശേഷമാണെന്നല്ല തെളിവ് വന്നോ? ആരോപണം അധ്യക്ഷയായിരുന്ന സമയത്ത് പോയി കണ്ടതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് വന്നിട്ട് പറഞ്ഞോ ഈ പറയുന്ന സോണിയാഗാന്ധിനെ കണ്ടത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ഡേറ്റിലാണ് ആദ്യത്തെ പ്രാവശ്യം കണ്ടത്, ഇന്ന ഡേറ്റിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി 2ാമത് പ്രാവശ്യം കണ്ടത് പറഞ്ഞോ? പറഞ്ഞിട്ടല്ലോ. പറയാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്നേ. എന്താ ഇല്ലയെന്ന് പറയുന്നത്? അതെന്ത് ന്യായീകരണങ്ങളാണ്? കോൺഗ്രസ് ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റീനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തവരൊക്കെ അവരൊക്കെ പ്രശ്നക്കാർ തന്നെയല്ലേ അല്ലേ? നോക്കി, ഈ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടെടുത്തുകൊണ്ട് പോകാൻ ആരാണോ കൂട്ടുനിന്നത്, ആ കൂട്ടുനിന്ന ആളെ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും പ്രശ്നമാണ്. അതെന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? അതുകൊണ്ട് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല?